ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത്, ഞാൻ സ്ഥലം ഇപ്പം പറയുന്നില്ല, ഞാനൊരു പരിപാടി മതസൗഹാർദ്ദ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി. അവിടെ ഒരു ഡിവൈഎഫ്പി, അവിടുത്തെ മാതൃകാ പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് കൊണ്ട് അവിടെ ഒരു ഡിവൈഎഫ്പി ആദരിച്ചു. പോലീസുകാരൊക്കെ നിറഞ്ഞിരിക്കുക. ആ സദസ്സിൽ വന്നിട്ട് ഡിവൈഎഫ്പി ഏമാൻ പ്രസംഗിക്കുക. ഇവിടെ ഈ ദൈവവും മതവും മതവിശ്വാസവും ഒക്കെ തുടച്ചു നീക്കേണ്ട സമയമായിരുന്നു. ഡിവൈഎഫ്പി മനസ്സിലായില്ലേ? ഉദ്യോഗസ്ഥന്മാർ ഉപയോഗിച്ചുകൊണ്ട് മതത്തിനെതിരെ സംസാരിപ്പിക്കുകയാണ് ഭരണകൂടം. മതത്തിന്റെ ശത്രുക്കളാണ് ഇവര് എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ മതത്തിനെതിരെ പറയുമ്പോൾ ഇസ്ലാമിനെതിരെ മാത്രമാണോ? അത് ക്രിസ്ത്യാനിറ്റിക്കെതിരല്ലേ? ഒരു ഡിവൈഎഫ്പി എന്ന് പറയുന്ന ഏമാൻ പറയുമ്പോ അത് ഹിന്ദുവിന് ദൈവമില്ലേ? ഹിന്ദുവിനും എതിരല്ലേ? ഇവരുടെ അജണ്ട അവിടെ അംഗീകരിക്കപ്പെട്ട ഇന്ത്യയിലെ 5 മാതൃകാ പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ട ആ പോലീസ് സ്റ്റേഷൻ നിയന്ത്രിക്കുന്ന ഡിവൈഎസ്പി വന്നു നിന്നിട്ട് പറയുകയാണ്, എന്തിനാണ് ഇപ്പൊ ആ പോലീസ് സ്റ്റേഷൻ അംഗീകാരം കൊടുത്തത്? ഞാൻ ഇപ്പൊ ചിന്തിക്കുക. ആ പ്രസംഗം കഴിഞ്ഞപ്പോ ഞാൻ അവിടെ വെച്ച് തന്നെ മറുപടി പറഞ്ഞിട്ടാ വന്നേ. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുകയായിരുന്നു, എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷൻ പ്രത്യേകം തെരഞ്ഞെടുത്തത്? ഇതുപോലത്തെ ഒരു ഡിവൈഎസ്പി അവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും മതം വേണ്ട, ദൈവം വേണ്ട, അതൊക്കെ അന്ധമായ വിശ്വാസങ്ങളാണ്, അനാവശ്യങ്ങളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഡിവൈഎസ്പിമാര്, പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഭരണകൂടം ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ മതമില്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ രാജ്യത്ത് വരാൻ പോകുന്ന അപകടം നിസ്സാരമല്ല എന്ന് രാജ്യനിവാസികൾ, മതവിശ്വാസികൾ പ്രത്യേകിച്ചും തിരിച്ചറിയണമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കുക. അപ്പോ മതവിശ്വാസം ഇല്ലാതാക്കാം, പിന്നെ അതില്ലെങ്കിൽ നടക്കില്ലെങ്കിലോ പിന്നെ NRC നടപ്പാക്കാൻ, പൗരത്വം ഇല്ലാതാക്കാൻ UCCക്ക് ഈ രാജ്യത്തെ ഹിന്ദുക്കൾ പോലും അനുകൂലമല്ല, ക്രിസ്ത്യാനി അനുകൂലമല്ല. അതുകൊണ്ട് അജണ്ട നടപ്പാക്കുന്നില്ല. എന്നാ പിന്നെ NRC അയക്കാം. പൗരത്വം എന്തായി? പൗരത്വം കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കേണ്ടി വന്നു. പൗരത്വ പ്രക്ഷോഭം രാജ്യവ്യാപകമായി അലയടിച്ചപ്പോ ഇവര് വിചാരിച്ചു മുസ്ലിങ്ങൾ മാത്രമേ തെരുവിലുണ്ടാവുള്ളൂ എന്ന്. നോക്കിയപ്പോ ഹിന്ദുക്കളാണ് അധികം. അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട് ധാരാളമായിട്ട്. നേതൃനിരയിലുള്ള എല്ലാ വിഭാഗം ജനങ്ങളും, എല്ലാ മതേതര രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ ഫാസിസ്റ്റ് അജണ്ടയ്ക്കെതിരുണ്ട്. അതുകൊണ്ട് അത് നടപ്പാക്കുകയില്ലെന്നേ ഉള്ളൂ. അപ്പോഴാണ് ഇവര് തീരുമാനിച്ചത്, എന്നാ പിന്നെ തൽക്കാലം ആരാധനാലയങ്ങളിലേക്ക് പിടിച്ചെടുത്താലും അവിടെ അല്ലേ ഇതൊക്കെ നടക്കണേ. ആരാധനാലയങ്ങളും അതുപോലെ തന്നെ മതപാഠശാലകളും കൊണ്ട് പിടിച്ചെടുത്താൽ പിന്നെ ഇവിടെ നിന്ന് മതം പൊങ്ങി വരികയുള്ളൂ. ഇതാണ് ഇതിന്റെ വിരോധ അജണ്ട. ഒന്നൊന്നായി പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് വഖഫിനെതിരെയുള്ള ഭേദഗതികളുമായി 42 ഭേദഗതികളുമായി രംഗത്ത് വന്നേക്കുക. എന്താ വഖഫിന്റെ 42 ഭേദഗതികൾ നമുക്ക് കാണാൻ കഴിയുന്നത്? ഇവിടെ ദേവസ്വം ബോർഡുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ദേവസ്വം ബോർഡുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ ആരാധനാലയങ്ങൾ നിയന്ത്രിക്കുന്ന ക്രൈസ്തവ സഭകളുണ്ട്. ആ സഭാ സ്വത്തുക്കളുണ്ട് അവർക്ക്. അതുപോലെ തന്നെ ദേവസ്വം സ്വത്തുക്കളുണ്ട്, ക്ഷേത്ര സ്വത്തുക്കളുണ്ട്, ക്രൈസ്തവ സമൂഹത്തിന്റെ ചർച്ച് സ്വത്തുക്കളുണ്ട്. ഇതൊക്കെ അതുപോലെയോ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി കുറെ കൂടെ കാര്യക്ഷമതയും സൂക്ഷ്മതയും പാലിക്കപ്പെടുന്നതുമായ മുസ്ലിം സമുദായത്തിന്റെ ആത്മീയ സ്വഭാവമുള്ള മതകീയമായ ഒരു പ്രോപ്പർട്ടിയായ വഖഫ് വസ്തുക്കൾ, ആ വഖഫ് വസ്തുക്കൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുമായി ഒരു രാജ്യത്തെ ഗവൺമെന്റ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അതിലെ അസംബന്ധം എന്താണെന്ന് ഈ രാജ്യനിവാസികൾക്ക് തിരിച്ചറിയാനായിട്ടുണ്ട്. വളരെ കൃത്യമാണ്. പാർലമെന്റിൽ അത് ചർച്ച ചെയ്തപ്പോ ആരാണ് അതിശക്തമായി പറഞ്ഞത്? അഖിലേഷ് യാദവാണ്. നിങ്ങൾ അന്ന് അസംബന്ധമായി പറയണത്. വഖഫ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്തതല്ലേ? മുസ്ലിമീങ്ങൾ വഖഫ് ചെയ്ത മുസ്ലിമീങ്ങളുടെ മാത്രമായ ഒരു പ്രോപ്പർട്ടി ഭരിക്കാൻ അവിടെ നിർബന്ധമായിട്ട് മുസ്ലിങ്ങളല്ലാത്ത 2 പേര് വേണമെന്ന് നിങ്ങൾ പറയുന്നതിന്റെ ന്യായം എന്താ? അഖിലേഷാണ് ചോദിച്ചത്. DMKയുടെ കനിമൊഴിയാണ് ചോദിച്ചത്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾ മാത്രമല്ല സംസാരിക്കുന്ന, അതാണ് ഇന്ത്യ. ഇവിടെ ഇതെല്ലാം നടക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പലരും പറഞ്ഞതുപോലെ ഈ യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. നമ്മളോടൊപ്പം ഇവിടുത്തെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം എന്തെല്ലാം വിയോജിപ്പുണ്ടെങ്കിലും ശരി, അവർ ചോദിച്ചു, നിങ്ങളുടെ ഈ തികച്ചും ഇല്ലോജിക്കായിട്ടുള്ള, ഒട്ടും യുക്തിഭദ്രമല്ലാത്ത നിങ്ങൾ എന്തിന് വഖഫ് സ്വത്തിന്റെ ഭരണ സംവിധാനത്തിൽ മാത്രം മുസ്ലിമീങ്ങളല്ലാത്ത 2 പേരെ വയ്ക്കുന്നു? മുസ്ലിങ്ങൾ അല്ലാത്ത 2 പേര് വേണമെന്നേ ഭേദഗതിയിലുള്ളൂ. മുസ്ലിങ്ങൾ വേണമെന്നിട്ട് ഇല്ലതാണ് പറഞ്ഞ. മുസ്ലിങ്ങൾ അല്ലാത്തവർ മുഴുവനായാലും കുഴപ്പമില്ല, മുസ്ലിങ്ങൾ ഇല്ലാതിരുന്ന സന്തോഷം. മുസ്ലിങ്ങൾ അല്ലാത്ത 2 പേര് എന്തായാലും നിർബന്ധമായിട്ടും വേണം. മുസ്ലിങ്ങൾ
കൊണ്ടാണ് ഒരു നിർബന്ധമില്ല വഖഫ് നിയന്ത്രിക്കാന്, വഖഫ് ഭരിക്കാന്. എന്ത് അസംബന്ധമാണ്. ഒരു ഭരണകൂടം രാജ്യത്തെ 35 കോടിയോളം വരുന്ന ഒരു ജനവിഭാഗത്തിന്റെ ആരാധനാലയങ്ങളുടെ നേരെ ഇത്ര വലിയ അസംബന്ധം പറയുമ്പോ എന്താണ് യഥാർത്ഥത്തിൽ വഖഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വഖഫിനെ സംബന്ധിച്ച് വല്ല മനസ്സിലാക്കിയിരിക്കുന്നത് എന്താ? അത് പള്ളിയാണ്, അല്ല മദ്രസയാണ്, അത് മുസ്ലിങ്ങളുടെ ആരാധനാലയമാണ്. ഇതല്ലേ വഖഫിനെ സംബന്ധിച്ച് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇത് വാസ്തവത്തിൽ മറ്റുള്ളവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് പറയുമ്പോ അക്കാര്യത്തിൽ ഒന്നാം പ്രതി നമ്മളാണ്. മുസ്ലിങ്ങളായ നമ്മൾ പോലും വഖഫിനെ സംബന്ധിച്ച് ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നത് വഖഫ് എന്ന് പറയുന്നത് മുസ്ലിമീങ്ങളുടെ മാത്രമായോ പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി മാത്രമുള്ള ആരാധനാ കാര്യങ്ങൾക്കും വേണ്ടി മാത്രം നീക്കി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് മനസ്സിലാക്കിയെങ്കിൽ അവിടെയാണ് ആദ്യമായി തെറ്റിയത്. ആ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ ഇവിടെ തിരുത്തപ്പെടേണ്ടത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊരു ഇസ്ലാമികമായ ഒരു ദാന രീതിയാണ് എന്ന് നമ്മളുള്ള കൃത്യമായ നിലയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാം മാത്രം ഈ ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ഇസ്ലാമിക സംസ്കാരത്തിൽ ഭരണ സംവിധാനത്തിന് പൊതുജനാവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനായി, പൊതുജന ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താൻ ഇസ്ലാമിക സംസ്കാരത്തിൽ ഭരണ സംവിധാനത്തിന് ജനങ്ങളിൽ നിന്ന് പണം കണ്ടെത്താൻ വേണ്ടി സമ്പന്നരായ വ്യക്തികളിൽ നിന്ന് അവരെ ദാനത്തിന് പ്രേരിപ്പിച്ച് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരടിസ്ഥാനപരമായ പ്രക്രിയയുടെ പേരാണ് വഖഫ്. അത് മനസ്സിലാക്കാതെയാണ് പലപ്പോഴും വഖഫിനെ നാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. നമ്മളത് തിരിച്ചറിയുന്നില്ല. വഖഫ് എന്ന് പറയുന്നതിനെ കുറിച്ച് ഇവിടെ പള്ളിക്ക് വേണ്ടിയാണ് ഞാനൊരു ഹദീസ് പെട്ടെന്ന് ഈ സന്ദർഭത്തിൽ പറയുന്നത് ഭംഗിയാണെന്ന് ഞാൻ വിചാരിക്കുക. വഖഫ് എന്താണെന്ന് റസൂൽ, എന്താണ് വഖഫ്? ഈ ലോകത്ത് ജീവിക്കുന്ന വിശ്വാസി, ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കണം. ലോകത്തെങ്ങും എവിടെ ഇസ്ലാമിക സമൂഹം അധികാരവും ഭരണവും വാണിട്ടുണ്ടോ അവിടെയെല്ലാം ആ രാജ്യത്ത് ജീവിക്കുന്ന ജനങ്ങളുടെ എല്ലാം വഖഫിലൂടെയാണ് ഇസ്ലാമിക സംസ്കാരം വാഴുന്നിടത്തെല്ലാം നൽകിയിട്ടുള്ളത്. അത് വളരെ വലിയ ചിന്തകന്മാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ വളരെ കൃത്യമായ നിലയിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച് വഖഫിന്റെ ഭക്ഷണം കഴിച്ച് വഖഫിന്റെ ഖബറിൽ അവസാനിക്കുന്ന ഒരു സമ്പൽ വ്യവസ്ഥയാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ സമ്പൽ വ്യവസ്ഥ. വഖഫിന്റെ തൊട്ടിലിൽ ജനിച്ച് വഖഫിന്റെ ഭക്ഷണം കഴിച്ച് വഖഫിന്റെ ഖബറിൽ വിശ്രമിക്കുന്ന അവസാനിക്കുന്ന ഒരു സാമൂഹിക സമ്പൽ വ്യവസ്ഥ ഈ ലോകത്ത് സൃഷ്ടിച്ച മതത്തിന്റെ പേരാണ് ഇസ്ലാം. അങ്ങനെ എല്ലാം ജനങ്ങൾക്ക് വേണ്ടത് വഖഫിലൂടെ കൊടുക്കുമായിരുന്നു. എന്താണ് വഖഫിലൂടെ കൊടുക്കേണ്ടതെന്ന് മഹാനായ പ്രവാചകൻ അവരോട് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് സബറുൻ തജ്രീഇൽ അബ്ദി ബഅദ മൗതി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു വിടവാങ്ങി പരലോകത്തേക്ക് പോയാൽ 7 കാര്യങ്ങൾ അവൻ മരിച്ചാലും അവന്റെ ഖബറിലേക്ക് പുണ്യപ്രവാഹമായി ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു. പുണ്യപ്രവാഹം അവസാനിക്കുകയില്ല, ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല. എന്നിട്ട് പറഞ്ഞു, മൻ അല്ലമ ഇൽമ, ആരെങ്കിലും വിദ്യാഭ്യാസത്തിനുള്ള ഏർപ്പാട് ചെയ്താൽ, ആരെങ്കിലും ഇൽമു പഠിപ്പിക്കാനുള്ള പദ്ധതി ചെയ്താൽ, വിദ്യാഭ്യാസ പദ്ധതികൾ ചെയ്യുക എന്നത് വഖഫിന്റെ ബാധ്യതയാണെന്ന് വളരെ കൃത്യമായി ഒന്നാമത് പറയുകയാണ് മുഹമ്മദ് മുസ്തഫ. ഇവിടെ മുനമ്പം വഖഫ് എന്ന് പറയുന്ന ഫാറൂഖ് കോളേജിന്റെ പ്രോപ്പർട്ടിയെ ചൊല്ലിയാണെന്ന് കേരളക്കരയാകെ ഇവിടെ വിഷം വമിപ്പിക്കുന്ന പ്രചാരണങ്ങളുമായിട്ട് ഫാസിസ്റ്റ് ശക്തികളോടൊപ്പം ചേർന്നിട്ട് ഒരു വിഭാഗം ക്രൈസ്തവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാസയെ പോലുള്ള കുറെ കൂസന്മാരും അതുപോലെ തന്നെ PC പോലുള്ള കുറെ കൂസന്മാരും എന്നല്ലാതെ ക്രിസ്ത്യാനി ഞാൻ പറയില്ല. ക്രിസ്ത്യാനികൾക്ക് ആ ഒരു സ്വഭാവമില്ല. കാരണം എന്താ? ആ കൂട്ടത്തിൽ കൂടിയ വിവരദോഷികളായ കുറെ പുരോഹിതന്മാരും വഖഫ് കൊള്ള സംഘമാണെന്ന് ദീപികയിലൊക്കെ ലേഖനം എഴുതിയ കുറെ വിവരദോഷികളായ പുരോഹിതന്മാരും. എല്ലാ ക്രിസ്ത്യാനികളും അങ്ങനെയല്ല. എല്ലാ ക്രിസ്ത്യാനികളെയും ഞാൻ പറയാണെന്ന് നിങ്ങൾ കരുതരുത്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോ വഖഫിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ബാധ്യതയാണ്. കാരണം ഈ രാജ്യം വഖഫ് കൊണ്ട് അനുഭവിച്ച ഗുണത്തിന് അതിരുകളില്ല. എന്ത് മാത്രമല്ല, രാജ്യത്തെ വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്ര നിയമത്തോട് സമരസപ്പെട്ടുകൊണ്ട് രാഷ്ട്രത്തിന്റെ അധീനത്തിലേക്ക് വഖഫ് ഭൂമി മാറുകയാണ്. രാഷ്ട്രത്തിന് ഒരാവശ്യം വന്നാൽ പലപ്പോഴും വഖഫിന്റെ ഭൂമി രാഷ്ട്രം എടുക്കുക വരെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഇന്ത്യയുടെ സുപ്രീം കോടതി ഇരിക്കുന്ന വഖഫ് ഭൂമിയിലാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഒരുപാട് ഭൂമി വഖഫ് ഭൂമിയിലാണ്. അതുപോലെ തന്നെ ആർക്കിയോളജി ഓഫ് ഇന്ത്യയുടെ ഒരുപാട് പ്രോപ്പർട്ടികൾ വഖഫ് ഭൂമിയിലാണ്. ഡൽഹി കോപ്പർ കോർപ്പറേഷന്റെ ഒരുപാട് ഭൂമികൾ വഖഫ് ഭൂമിയിലാണ്. സർക്കാരുകൾ എടുത്തോണ്ടിരിക്കുന്നു. നമ്മൾ വലിയ പണം ഉണ്ടാക്കാൻ പോകാൻ പറ്റില്ല.
കാരണം രാജ്യത്തിന് രാഷ്ട്ര നന്മയ്ക്ക് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ എടുക്കുന്നത് വഖഫിൽ കുറെയൊക്കെ നമ്മളൊക്കെ അനുവദിക്കും. കാരണം അത് പൊതുസമൂഹത്തിന്റെ ഉപകാരത്തിനാണ്. കാരണം വഖഫ് എന്ന് പറയുന്നത് എന്താണ്? വഖഫ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും മതവിഭാഗത്തിനല്ല, ഇതുപോലെ പൊതുജന സമൂഹത്തിന് ആവശ്യമുള്ളതെല്ലാം വഖഫിൽ നിന്ന് ഈ രാജ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് വഖഫ് അതിന്റെ മുത്തവല്യമാരുടെ ദൗർബല്യത്തെയും അവരുടെ ദുരുദ്ദേശത്തെയും ചൂഷണം ചെയ്തുകൊണ്ട് വഖഫ് പ്രോപ്പർട്ടികൾ പലരും സ്വകാര്യ വ്യക്തികൾ അന്യാധീനപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ വഖഫ് സംരക്ഷണ നിയമം ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത് ഇന്ത്യയിലെ മതേതര ഗവൺമെന്റുകളാ. മുസ്ലിങ്ങൾ പറഞ്ഞിട്ടല്ല കൂട്ടരെ. ഇവിടെ ആരെങ്കിലും വഖഫിന്റെ സംരക്ഷണത്തിന് നിയമം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ കലാപം ഉണ്ടാക്കിയപ്പോഴാണ് കോൺഗ്രസ് ഗവൺമെന്റിനോട് വഖഫിന്റെ നിയമം ഉണ്ടാക്കിയത്? അല്ല. ഇത് ആവശ്യം വന്നാൽ ഗവൺമെന്റിന് ഉപയോഗിക്കേണ്ടതും ആവശ്യമുണ്ടെങ്കിൽ മുസ്ലിമീങ്ങൾ എടുത്ത് ഉപയോഗിച്ച് സമൂഹത്തിന് ഉപകാരപ്പെടുത്തേണ്ടതും ആയ പ്രോപ്പർട്ടി ഇത് സ്വകാര്യ വ്യക്തികൾ അംബാനിമാർ കൊണ്ടുപോകണം. ഇവിടെ പറഞ്ഞില്ലേ അംബാനിയുടെ ആ വലിയ ആകാശം മുട്ടി നിൽക്കുന്ന 32 നിലയുള്ള ആഡംബര സൗധം, എന്താ അതിന്റെ പേര്? ആന്റിലിയ വഖഫിന്റെ ഭൂമിയിലായിരിക്കുന്നേ. ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയപ്പോ നമ്മളൊന്നും ഒരു പ്രക്ഷോഭവും സമരവും നടത്താതെ ഭരണകൂടമാണ് വഖഫ് സംരക്ഷിക്കണമെന്ന് നിയമം വെച്ചത്. കാരണം എന്താ? അതൊന്നുകിൽ മുസ്ലിമീങ്ങളെ ഉപയോഗിച്ച് സമുദായത്തിന് അവരുടെ സ്വന്തം എന്നുള്ളതിൽ അവർ പ്രയോജനം ഉണ്ടാക്കണം. വെറുതെ കിടന്നാൽ കുറച്ചൊക്കെ സർക്കാർ കൊണ്ടുപോകും. ഇത് തന്നെ ഒന്നുകിൽ സർക്കാരിന് കിട്ടണം, അല്ലെങ്കിൽ അത് സമുദായത്തിന് കിട്ടണം, തൽപര സമുദായത്തിന് കിട്ടണം. ഇത് രണ്ടിനും കിട്ടാതെ സ്വകാര്യ വ്യക്തികൾ മുതലാളിമാർ കൊള്ളയടിക്കാൻ തുടങ്ങിയപ്പോൾ ഈ രാജ്യത്തിന്റെ കോൺഗ്രസ് ഗവൺമെന്റ്, മതേതര ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റുകളും വഖഫിനെ സംരക്ഷിച്ചേ പറ്റൂ. ഇങ്ങനെ സ്വകാര്യ വ്യക്തികൾക്ക് വിഴുങ്ങാനുള്ളതല്ല വഖഫ് എന്ന് തീരുമാനിച്ച് വഖഫ് നിയമം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ആരെങ്കിലും തെരുവെണ്ണം കിട്ടുമ്പോ വഖഫ് ഭേദഗതി വേണ്ട, ഭേദഗതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോ വന്നപ്പോ നമ്മൾ അതിനെതിരെ പ്രതിഷേധിക്കുന്ന പോലെ വഖഫ് സംരക്ഷണ നിയമം ഉണ്ടാക്കണം, ഞങ്ങളുടെ വഖഫ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് നഷ്ടപ്പെട്ടിട്ട് പോലും ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങൾ സത്യത്തിൽ പ്രതിഷേധിക്കേണ്ടതായിരുന്നു. പ്രതിഷേധിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ രാജ്യത്ത് വഖഫ് എന്ന് പറയുന്നതിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണെന്ന് രാജ്യനിവാസികൾക്ക് അറിയാം. എന്തിനാണ് വഖഫ് എന്ന് മഹാനായ പ്രവാചകൻ പറഞ്ഞതെന്താണ്? പ്രവാചകൻ പറയുകയുണ്ടായി, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് വഖഫ് മാറ്റി വെക്കേണ്ടത്. അങ്ങനെയാണ് മുനമ്പത്തെ വഖഫ് ഭൂമി 440 ഏക്കർ ഭൂമി ഉണ്ടല്ലോ. എത്രയാ? 404 ഏക്കർ ഭൂമി, മുനമ്പത്തെ ഭൂമി. അവിടുത്തെ സിദ്ദീഖ് സേട്ട് എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിച്ചുകൊണ്ട് അദ്ദേഹം വിട്ടുകൊടുക്കുകയാണ് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട്. മുനമ്പം വഖഫ്. ഇപ്പോ മുനമ്പം വഖഫിന്റെ പേരില് എന്തോ മുസ്ലിങ്ങളുടെ സ്വന്തം സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ ഫാസിസ്റ്റുകളോടൊപ്പം ചേർന്ന് വിവരദോഷികളായ കാസയെ അന്ധമായി അനുകരിച്ചുകൊണ്ട് വെളിവേ ഇല്ലാത്ത നേരത്തെ പറഞ്ഞ പൂസന്റെ പുറകെ പോയി ഒരു പറ്റം പുരോഹിതന്മാർ വഖഫ് കൊള്ളസംഘമാണെന്ന് പറഞ്ഞു. വഖഫ് എന്താണ് കൊള്ള ചെയ്തത്? വഖഫിലൂടെ 1 ഇഞ്ച് ഭൂമി ആരെങ്കിലും കൊള്ള ചെയ്തിട്ടുണ്ടോ? അവർ വഖഫാണെന്ന് ആധികാരികമായ രേഖകൾ പറയുന്ന, കോടതി വിധികളുള്ള, ഗവൺമെന്റുകൾ അംഗീകരിച്ചിട്ടുള്ള, രാഷ്ട്ര നിയമങ്ങളുടെ പ്രൊട്ടക്ഷനുള്ള വഖഫ് അന്യാധീനപ്പെട്ടു പോകുന്നത് അത് അന്യാധീനപ്പെടരുതെന്ന് പറയുന്ന ഇടപെടലല്ലാതെ ഒരു രേഖയുമില്ലാത്ത വഖഫാണെന്ന് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടാൻ കഴിയാത്ത ഒരു വസ്തുവിന്റെ മേലും ഇന്ന് വരെ വഖഫ് അവകാശവാദം ഉന്നയിച്ചിട്ടില്ല. അത് തന്നെ എത്രയോ അന്യാധീനപ്പെട്ട് കിടക്കുക. സർക്കാർ കമ്മിറ്റി റിപ്പോർട്ടിൽ വഖഫ് സ്വത്തുക്കളുടെ 70% നഷ്ടപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ത്യൻ വഖഫ് സ്വത്തുക്കളുടെ 70% പോയിരിക്കുന്നു. കുറഞ്ഞ ശതമാനം മാത്രമേ ഇന്ത്യ വഖഫ് സ്വത്തുള്ളൂ. ആ വഖഫ് സ്വത്ത് നമുക്ക് അത് സംരക്ഷിക്കണമെന്ന് ഗവൺമെന്റാണ് തീരുമാനിച്ചത്, അല്ലാതെ ഇന്ത്യയിലെ ഒരു മുസ്ലിം സംഘടനയല്ല ആവശ്യപ്പെട്ടത്. കാരണം ആ വഖഫ് സ്വത്തുകൾ അവിടെ കിടക്കണമെന്നത് ഗവൺമെന്റിന്റെ ആവശ്യമാണ്. കാരണം അതിലൂടെ സമുദായം അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ, അതാണല്ലോ സമുദായത്തിന്റെ കുഴപ്പം. സമുദായം വഖഫ് ഉപയോഗിക്കില്ല, സമുദായത്തിന്റെ ആവശ്യത്തിന് ഉപയോഗിക്കില്ല. വെറുതെ അന്യാധീനപ്പെട്ടിട്ട സർക്കാർ കൂടി അന്യാധീനപ്പെട്ടുകൂടെ? അങ്ങനെ വെറുതെ ഇട്ട് കണ്ട് അന്യാധീനത്തിന് വിട്ടുകൊടുക്കുകയായിരുന്നു ഈ സമുദായം. അങ്ങനെ വരുമ്പോ സർക്കാർ എന്താ ചെയ്തോണ്ടിരുന്നേ? സർക്കാരിന്റെ ജനോപകാരപ്രദമായ പല കാര്യങ്ങൾക്കും വേണ്ടി എടുത്തിരുന്നു. നമ്മൾ അതിനോട് മിണ്ടിയില്ല. അതുകൊണ്ട് റെയിലേക്ക് എടുത്തപ്പോ മിണ്ടിയില്ലല്ലോ. ആർക്കിയോളജിയുടെ ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വേണ്ടി എടുത്തപ്പോ മിണ്ടിയില്ലല്ലോ. ഡൽഹി കോർപ്പറേഷന് വേണ്ടി എടുത്തപ്പോ മിണ്ടിയില്ലല്ലോ. ഇവിടെ ഒന്നും നമ്മൾ കലാപം ഉണ്ടാക്കിയില്ല. പക്ഷെ ഇങ്ങനെ അങ്ങ് പോയാൽ ഇത് സ്വകാര്യ വ്യക്തികൾ കൊണ്ടുപോകുന്നുണ്ടപ്പോ സർക്കാർ തന്നെ ഇടപെട്ടു. നിങ്ങൾക്കറിയാമോ
വഖഫ് എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് വേണ്ടിയാന്ന് മനസ്സിലാക്കിയിട്ടാണ് സിദ്ദീഖ് സേഠ് തന്റെ 404 ഏക്കർ സ്വത്ത് ഈ ഫറൂഖ് കോളേജിൽ കൊടുത്തത്. ഫറൂഖ് കോളേജിൽ കൊടുത്തപ്പോ അത് എഴുതി വെച്ചത് എന്താണെന്നറിയോ? അത് പറഞ്ഞുകൊണ്ടാണല്ലോ മുസ്ലിമീങ്ങളെ ഇവര് ഭീകരവാദികളും കൊള്ള സംഘത്തിന്റെ പ്രവർത്തകരും ഒക്കെ ആയി ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. നിങ്ങൾക്കറിയാമോ എന്താണ് ആ വഖഫ്? ആ വഖഫ് സത്യത്തിൽ വഖഫ് തന്നെയാണോ? വഖഫ് അല്ലേ? ഇപ്പൊ ഭയങ്കര തർക്കമാണ് ഇവിടെ. സത്യത്തിൽ സാധാരണ തലയ്ക്ക് വെളിവുള്ള ഒരാൾക്കും ഇത് വഖഫാണോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ ബഹുമാന്യനായ അദ്ദേഹം എഴുതി കൊടുത്തിരിക്കുന്ന വഖഫിന്റെ ആധാരം നിങ്ങൾ കണ്ടോ? എന്റെ കൈവശമുള്ളത് പരമകാരുണികനും കരുണാനിധിയുമായ ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ. വഖഫല്ല ഇത് കേട്ടോ, ഇത് വഖഫല്ല. എഴുതി തുടങ്ങുന്ന എങ്ങനെയാ? ഏക ഇലാഹിന്റെ തിരുനാമത്തിൽ 1950 അങ്ങനെ വന്നിട്ട് ഫാറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി ഈ കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പാലക്കാട് താലൂക്ക് ഒലവക്കോളം ചെങ്കുടിയിൽ എന്ന് പറഞ്ഞിട്ട് തടിക്കച്ചവടം 66 വയസ്സായ ഖാൻ ബഹാദൂർ PK ഉണ്ണിക്കമ്മു സാഹിബ് അവരുടെ പേർക്ക് കൊടുക്കുന്ന ആളാണ് മുഹമ്മദ് സിദ്ദീഖ് സേഠ് എഴുതി കൊടുത്ത വഖഫ് ആധാരം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഇത് വഖഫ് അല്ല എന്ന് പറയാൻ ഇവിടെ ആളുകൾ വന്നിട്ടില്ല. അത് മാത്രമല്ല, ഇനി കേട്ടോളൂ, വിദ്യാഭ്യാസത്തിന് വേണ്ടി തനിക്കുള്ള സ്വത്ത് കൊടുത്ത് എന്താ സാഹചര്യം അറിയാമോ നിങ്ങൾക്ക്? അവിടെ ഫാറൂഖ് കോളേജ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വടക്ക് മലബാറിൽ ഉണ്ടാകണമെന്ന് വന്നപ്പോ മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണത്. യൂണിവേഴ്സിറ്റി കോളേജിന് അഫിലിയേഷൻ കൊടുക്കണമെങ്കിൽ 5 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി കാണിക്കണം. 5 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി കാണിക്കണം. 5 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടും ഫാറൂഖ് കോളേജിന് കഴിയുന്നില്ല. കാരണം അന്ന് ലക്ഷം എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അപ്പോഴാണ് ഈ 404 ഏക്കർ സ്ഥലം, എത്രയാണ് ഇതിന്റെ വില കിട്ടുമെന്നറിയോ? 1 ലക്ഷം രൂപ. 404 ഏക്കറിന് വില എത്രയെന്നറിയോ? 1 ലക്ഷം രൂപ വിലയുള്ള സ്ഥലം ഈ 5 ലക്ഷത്തിലേക്ക് മുതൽ കൂട്ടാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് സേഠ് എഴുതി കൊടുക്കുക അവിടെ ഒരു കോളേജ് വരട്ടെ വിചാരിച്ചിട്ട്. ഈ മനുഷ്യൻ ചെയ്തത് ഇതാണ്. ആ കോളേജ് ഭൂമിയാണ് യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസത്തിന് കൊടുത്ത ആ ഭൂമിയാണ്. ആ സിദ്ദീഖ് സേഠ് പറയുകയാണ്, എനിക്ക് ക്രയവിക്രയ സ്വാതന്ത്ര്യം സിദ്ധിച്ച് ഞാൻ കൈവശം വെച്ചും ദേഹനാദികൾ ചെയ്തും 56 നമ്പർ പട്ടയത്തുംപടി പേരിൽ കൂട്ടി കരം തീർത്തും നിരാക്ഷേപമായി അനുഭവിച്ചു വരുന്നതുമായ വസ്തുക്കളിൽ താഴെ വിവരം പറയുന്നതും 1 ലക്ഷം രൂപ വിലയുള്ളതുമായ ആധാരത്തിലുള്ളതായത് 1 ലക്ഷം രൂപ വിലയുള്ളതുമായ 404 ഏക്കർ 76 സെന്റ് സ്ഥലവും അതിലുള്ള സകല ദേഹണ്ഡങ്ങളും കൂടി ഈ കോളേജ് ഇസ്ലാമിക ആദർശപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ ഇത് വഖഫല്ലോ അല്ലേ? ഇത് വഖഫല്ലോ? ഇസ്ലാമിക വിശ്വാസപ്രകാരം നടത്തുമെന്നുള്ള വിശ്വാസത്താൽ പിന്നെ എന്തിനത്? എന്റെ ആത്മശാന്തിക്കായി. ഈ ഹദീസിൽ പറഞ്ഞ കാര്യം, മരിച്ചാൽ ഖബറിലേക്ക് പുണ്യം കിട്ടുമെന്ന് പറഞ്ഞില്ലേ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുത്താൽ? എന്റെ ആത്മശാന്തിക്കായി അടിയിൽ പറയുന്ന വ്യവസ്ഥകളോടുകൂടി എനിക്കുള്ള സകല അവകാശങ്ങളും ഒഴിഞ്ഞ് വഖഫായി മാനേജിംഗ് കമ്മിറ്റിക്ക് വേണ്ടി താങ്കൾക്ക് കൈവശപ്പെടുത്തി തന്നിരിക്കുന്ന എന്റെ എല്ലാ അവകാശവും ഒഴിഞ്ഞു എന്ന് എഴുതുമ്പോ തന്നെ പിന്നെ എന്റെ അനന്തരാവകാശിക്ക് നാളെ എടുക്കാമെന്ന് പിന്നെ എഴുതുന്നതിന് വല്ല അർത്ഥമുണ്ടോ? എന്റെ അവകാശം ഒഴിഞ്ഞു. അപ്പൊ പിന്നെ കണ്ടീഷണൽ വഖഫല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. സുഹൃത്തുക്കളെ, വഖഫെല്ലാം കണ്ടീഷണലല്ല. വഖഫെല്ലാം കണ്ടീഷണലല്ല. വ്യവസ്ഥ വെച്ച് ഒരു വാക്ക് അതിന് വഖഫ് ചെയ്ത ആളുടെ ഇന്റൻഷൻ, അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ കൃത്യമായി പ്രതിപാദിക്കാൻ വഖഫിന് വ്യവസ്ഥയുണ്ട്. എന്ത് ആവശ്യത്തിന് വേണ്ടിയാണോ വാഖഫ് കൊടുത്തത് ആ ഉദ്ദേശത്തിന് വഖഫ് ഉപയോഗിക്കാവൂ. അവർ എന്ത് വേണമെങ്കിലും അത് എഴുതി വെക്കാം. ആ എഴുതി വെക്കുന്ന വ്യവസ്ഥകളൊക്കെ വഖഫിൽ അംഗീകരിക്കപ്പെടുന്നതാണ്. അങ്ങനെ അത് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ വിട്ടു തന്നിരിക്കുന്ന എന്റെ എല്ലാ അവകാശം ഒഴിഞ്ഞിട്ട്. എന്നാൽ ഇതിൽപ്പെട്ട വകകളും അതിൽ നിന്നെടുത്ത ആദായവും പ്രസ്തുത കോളേജിലെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നതല്ലാതെ യാതൊരു മറ്റാവശ്യത്തിന് ഉപയോഗിക്കുന്നതിന് അവകാശമില്ലാത്തതും. കണ്ടോ, ബാർ നടത്താൻ പറ്റൂല, റിസോർട്ട് നടത്താൻ വിട്ടുകൊടുക്കാൻ പറ്റൂല. ഇപ്പൊ അവിടെ അതല്ലേ? വിദ്യാഭ്യാസ ആവശ്യത്തിനല്ലാതെ
വേറൊരാവശ്യത്തിനും കൊടുത്താൽ എനിക്ക് പരലോകത്ത് പുണ്യം കിട്ടൂല, എഴുതി വെച്ചേക്ക. വേറൊന്നിനും വേണ്ടി കൊടുക്കാൻ പാടില്ലെന്ന് ഈ എഴുതി വെച്ച മനുഷ്യന്റെ ഈ ആധാരം ഇന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ അന്വേഷിക്കുന്ന ആർക്കും കിട്ടുന്ന ഈ രേഖ കൈവശം ഇരിക്കുമ്പോൾ ഇത് വക്കുഫ് ആവർത്തിച്ച് പറഞ്ഞ് എന്റെ ആത്മശാന്തിക്കെന്ന് പറഞ്ഞിട്ട് വിദ്യാഭ്യാസത്തെ ആവശ്യത്തിനല്ലാതെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ഈ രേഖ കണ്ടിട്ട് കണ്ടില്ലെന്ന് നടിച്ചത് വക്കുഫല്ലെന്ന് പറയുന്നവൻ കള്ളനല്ലേ? സത്യം പറയുന്ന ഒരാൾക്ക് പറയാൻ പറ്റുമോ? ഇത് കാണാത്ത ആരുമില്ല. ഇത് കണ്ടിട്ട് എന്ത് ന്യായം വെച്ചിട്ടാണ് അങ്ങനെ പറയാ? പിന്നെ കണ്ടീഷൻ അതിനുശേഷം പറഞ്ഞറിയോ, ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പില്ലാതെ വരികയും, കണ്ടോ, ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും, ഇതാണ് ഇപ്പൊ കണ്ടീഷനാണ്, അതുകൊണ്ട് കണ്ടീഷൻ വെക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. കണ്ടീഷൻ ഇതാ, ഏതെങ്കിലും കാലത്ത് കോളേജ് നടപ്പിലില്ലാതെ വരികയും ഇതിൽപ്പെട്ട വസ്തുവകകൾ ശേഷിക്കുകയും ചെയ്യുന്നതായാൽ പട്ടിക വകകൾ മടക്കി കൊടുക്കുവാൻ എനിക്കും എന്റെ പിന്തുടരാവകാശികൾക്കും അധികാരവും അവകാശവും ഉണ്ടായിരിക്കും എന്നാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കോളേജ് ഇല്ലാതാകും. ഫാറൂഖ് കോളേജ് ഇല്ലാതായോ? ഇപ്പോഴില്ല ഫാറൂഖ് കോളേജ്. പിന്നെ എങ്ങനെയാ അതിലിടപെടാൻ? ഈ രേഖ അനുസരിച്ച്, അതിനകത്തെ വ്യവസ്ഥ എന്ന് പറഞ്ഞ സാധനം, ഈ വ്യവസ്ഥ അനുസരിച്ച് ഫാറൂഖ് കോളേജ് നിലനിൽക്കുന്നിടത്തോളം കാലം അത് ഏതെങ്കിലും തരത്തിൽ അവകാശികൾക്ക് കൈകാര്യം ചെയ്യാൻ പറയുന്ന എന്ത് ക്ലോസ് ഇതിനകത്തുള്ളേ? ഒരു ക്ലോസുമില്ല. ആ വസ്തുവകൾ ശേഷി എന്താ പിന്നെ അത് അനന്തരാവകാശികൾക്ക് കൊടുക്കണമെന്ന് പറഞ്ഞേ? അങ്ങനെ പറയുന്നല്ലോ. വഖഫ് ചെയ്താൽ അന്ന് വഖഫ് ഇല്ല കൂട്ടരെ, വഖഫ് ബോർഡില്ല. ഈ സാധനം വെറുതെ കിടക്കുകയാണ്. കോളേജ് ഇല്ലാതെയും പോയാൽ ഇത് ഏറ്റെടുത്ത് നടത്താൻ പിന്നെ ഇവിടെ ഔദ്യോഗികമായ ഒരു സംവിധാനമില്ല. 1950 വഖഫ് ബോർഡില്ല, ഒന്നുമില്ല ഏറ്റെടുത്ത് നടത്താൻ. അതുകൊണ്ട് അത് പിന്നെ നടത്താൻ എന്റെ അനന്തരാവകാശികളുടെ നിലയിലേക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞത്. ഇല്ലാതെ വന്നാലെന്നാ, ഇല്ലാതെ വരുന്നത് വരെ അനന്തരാവകാശിക്കും അത് കച്ചവടം നടത്താനും റിസോർട്ട് ലോബിക്കും ബാറുകാരനും കൊടുക്കാനും യാതൊരു അധികാരവുമില്ല എന്ന് ഇതിൽ കൂടുതൽ ആധാരത്തിൽ എന്ത് രേഖയാണ് വേണ്ടത്? ഇതൊക്കെ ഒളിച്ചു വെച്ചും മറച്ചു വെച്ചുകൊണ്ടുവാ ഇത് വഖഫല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ കളിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇതിന്റെ സന്ദർഭത്തോടനുബന്ധിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? വഖഫിനെ കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കാൻ ഞാൻ പറയുകയാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക. വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുക എന്ന് പറയുമ്പോൾ സത്യത്തിൽ ആർക്കാ അതിന്റെ ഉപകാരം? മുസ്ലിങ്ങൾക്കാണോ? ഫാറൂഖ് കോളേജ് ഉണ്ടായ കാലം മുതൽ ഇന്ന് വരെ ആ പരിസരത്ത് ജീവിക്കുന്ന അധികം പേര് മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ അവിടെ അധികം ഉണ്ടായിട്ടുണ്ടാകാം എന്നത് ഒഴിച്ചു നിർത്തിയാൽ അവിടെ പഠിച്ച വിദ്യാർത്ഥികൾ മുസ്ലിങ്ങളാണോ? ആണോ? ആ വഖഫ് സ്വത്ത് ആർക്കാ ഉപകാരപ്പെട്ടെ? മുസ്ലിമിനും മുസ്ലിം അല്ലാത്തവർക്ക് ഉപകാരപ്പെടുന്നതല്ലേ അത്? അവിടത്തെ അധ്യാപകർ, സർക്കാർ ശമ്പളം കൊടുക്കുന്ന അവിടത്തെ അധ്യാപകർ മുസ്ലിങ്ങൾ മാത്രമാണോ? മുസ്ലിങ്ങളും മുസ്ലിമീങ്ങളല്ലാത്തവരുമായ ആളുകൾ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഫാറൂഖ് കോളേജിന്റെ വഖഫും പ്രോപ്പർട്ടി അവിടെ വന്നതിന്റെ പേരിലല്ലേ? എന്ന് പറഞ്ഞാൽ വഖഫിന് വേണ്ടി 404 ഏക്കർ വിട്ടുകൊടുക്കുന്നതിന്റെ പ്രയോജനം അന്ന് മുതൽ ഇന്ന് വരെ ഇവിടത്തെ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമായ അധ്യാപകരും വിദ്യാർത്ഥികളും അടക്കമുള്ള മുഴുവൻ ആളുകളും അനുഭവിക്കുന്ന മുനമ്പത്തെ വഖഫ് ഭൂമി പിടിച്ചെടുത്തിട്ട് വിദ്യാഭ്യാസത്തിൽ അതിനെ വകമാറ്റി റിസോർട്ടും ബാറും ചർച്ചുമാക്കി മാറ്റിയാൽ, അല്ലെങ്കിൽ ക്ഷേത്രവുമാക്കി മാറ്റിയാൽ, പള്ളിയുമാക്കി മാറ്റിയാൽ അതിനെന്താ അവകാശം? അതിനെന്തെങ്കിലും അവകാശമുണ്ടോ? അതുകൊണ്ട് ഒന്നാമത്തേത് വഖഫിന്റെ കാര്യത്തിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് വിദ്യാഭ്യാസമാണ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നത്. ഇത് മനസ്സിലാക്കാൻ ഈ സമുദായത്തിന് കഴിഞ്ഞില്ല, ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. ഫാറൂഖ് കോളേജിന്റെ മാനേജ്മെന്റ് വഖഫിനെ ശരിയായി ഉപയോഗിച്ചില്ല. അവരാണ് ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത്. രണ്ടാമത് പ്രവാചകൻ പറയുകയാണ്, ഒരു നദി വെട്ടിക്കീറി ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കനാല് കീറിയിട്ട് ജനോപകാരപ്രദമായ ജനങ്ങളുടെ കുടിവെള്ള ആവശ്യത്തിന്, ജനങ്ങളുടെ ജലസേചന ആവശ്യത്തിന് വേണ്ടി ഒരു കനാല് കീറി കൊടുത്താൽ വഖഫ് ഭൂമിയിൽ റസൂൽ പറയാം. ആർക്കാ അതിന്റെ ഉപകാരം? നദി ഉണ്ടായാൽ, കനാൽ ഉണ്ടായാൽ ആർക്കും ഉപകാരം? മുസ്ലിമിന് മാത്രമാണോ? വഖഫ് ഒരിക്കലും മുസ്ലിമിന്റെ മാത്രം ഉപയോഗത്തിനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ പരലോകത്ത് പുണ്യം കിട്ടുന്ന 7 കാര്യം പറയുന്നതിൽ ഒന്നാമത്തേത് വിദ്യാഭ്യാസമാ. വിദ്യാഭ്യാസത്തിൽ മതവിദ്യാഭ്യാസം തരംതിരിച്ചിട്ടില്ല ഇസ്ലാം ഒരിടത്തും. എല്ലാ അറിവും വിദ്യാഭ്യാസമാ. ഒന്നാമത്തേത് ഫാറൂഖ് കോളേജിൽ 404 ഏക്കർ വിട്ടുകൊടുത്തിട്ട് എന്റെ പരലോകത്ത് മോക്ഷം കിട്ടാനാണ് എഴുതി വെച്ചത്.